ക്യാപ്ഷനിൽ ഡാർക്ക് മാറ്റർ എന്ന് കണ്ടപ്പോൾ പലർക്കും അത് അറിയായിരിക്കും, ചിലവർക്ക് അത് കേട്ടിട്ടേ ഇല്ലായിരിക്കും. എന്താണ് ഡാർക്ക് മാറ്റർ? ഡാർക്ക് മാറ്റർ എന്ന് പറയുന്ന സാധനം സയന്റിഫിക്കലി പ്രൂവൺ ആണ്. കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇനി അഥവാ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഡാർക്ക് മാറ്റർ എന്നുള്ള ഒരു കാര്യം ചർച്ച തന്നെ ആകും. ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി, ഇത് എന്താണ്? ഇരുട്ടായിട്ടുള്ള സംഭവമാണോ, അതോ ഇനി നമ്മുടെ സയന്റിഫിക് കെട്ടുകഥയാണോ? അതിനായി നമ്മൾ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് യുവേഴ്സ് അക്കാഡമിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ എന്താണ് ഡാർക്ക് മാറ്റർ? ഈ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്ന സാധനം സയന്റിഫിക്കലി പ്രൂവൺ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്തുകൊണ്ട് പ്രൂവൺ ആണ്, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ പ്രൂവൺ ആണെന്ന് പറയാം. അതിനു മുമ്പ് എന്താണ് ഡാർക്ക് മാറ്റർ നോക്കണ്ടേ? ഡാർക്ക് മാറ്റർ എന്ന് പറയുന്ന സംഭവം ലൈറ്റിന് റിഫ്ലക്റ്റോ അബ്സോർബോ ചെയ്യാൻ പറ്റാത്ത ഒരു മാറ്റർ ആണ്. ഒരു പ്രത്യേകതരമായിട്ടുള്ള മാറ്റർ ആണ്. കാരണം ഈ കാണുന്ന നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ലൈറ്റിനെ അബ്സോർബോ അല്ലെങ്കിൽ റിഫ്ലക്റ്റോ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ബ്ലാക്ക് ഹോൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. അതേപോലെ ഇപ്പോ ഈ എന്താ പറയാ ടേബിൾ, അല്ലെങ്കിൽ ഈ നമ്മളെ കണ്ണ്, ഈവൻ നമ്മളെ കൈകൾ, ഇതെല്ലാം ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, റിഫ്ലക്ട് ചെയ്യുന്ന മാറ്റർ ആണ്. ഓക്കെ, മാറ്റർ എന്ന് പറയുമ്പോൾ ഒരു മാസ് ഉള്ള ഒബ്ജക്റ്റിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്, ഒബ്ജക്ട്സിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഡാർക്ക് മാറ്റർ എന്ന് പറയുമ്പോൾ ലൈറ്റിനെ അബ്സോർബോ റിഫ്ലക്റ്റോ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, ഒരു മാറ്റർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലൈറ്റിനെ റിഫ്ലക്റ്റോ അബ്സോർബോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കതിനെ കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കാണാൻ പറ്റുന്ന, നമ്മളെ കണ്ണിൽ കാണാൻ പറ്റുന്ന എല്ലാം ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്താണ് നമ്മളെ കണ്ണിലോട്ട് വരുന്നത്. അതായത് നമ്മളിപ്പോ ഒരു കാറോ അല്ലെങ്കിൽ നമ്മളെ ഫോൺ നമ്മളെ കാണുന്നുണ്ട്. അപ്പൊ ആ ഫോൺ എങ്ങനെയാണ് നമ്മളെ കണ്ണ് കാണുന്നത്? ലൈറ്റ് വന്ന് ആ ഫോണിൽ വരികയും അത് റിഫ്ലക്ട് ചെയ്ത് നമ്മളെ കണ്ണിലോട്ട് വരികയും ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഫോൺ എന്നുള്ള ഒരു കാര്യം, ഫോൺ എന്നല്ല എന്തും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോ ഒരു മാറ്റർ, ഡാർക്ക് മാറ്റർ, നമ്മളെ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാനോ അബ്സോർബ് ചെയ്യാനോ, അതായത് റിഫ്ലക്ട് ചെയ്ത് നമ്മളെ കണ്ണിൽ പെടൂലെങ്കിൽ നമുക്ക് അതിനെ കാണാൻ പറ്റത്തില്ല, നമുക്കത് ഇൻവിസിബിൾ ആണ്. ഈ ആത്മാവ് എന്ന് പറയത്തില്ല, ആത്മാവിന്റെ ശരീരം നമുക്കത് കാണാൻ പറ്റത്തില്ല, ആ ഒരു ടൈപ്പ്. അപ്പം വീണ്ടും ഒരു ചോദ്യം വരും, ആത്മാവാണോ ഡാർക്ക് മാറ്റർ? ഒരിക്കലും അല്ല. പിന്നെ അടുത്ത ചോദ്യം വരും, ചിലവർ പറയും കാണാത്ത കാര്യം ഞാൻ വിശ്വസിക്കാറില്ല. ഒരു കാര്യം കണ്ടില്ല എന്ന് പറഞ്ഞ് അത് ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഡാർക്ക് മാറ്റർ. ബിക്കോസ് ചിലവർ പറയും ദാറ്റ് ഈസ് ഓൾ ഫേക്ക്, ഡാർക്ക് മാറ്റർ എന്ന് പറയുന്ന സംഭവമേ ഇല്ല എന്ന് പറയും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ നമുക്ക് ആ കാര്യം ഫീൽ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ അത് കാരണം ഒരു ചേഞ്ച് വരുന്നു എന്നുണ്ടെങ്കിൽ ആ കാര്യം ഉണ്ടെന്നുണ്ട്. കാണാൻ പറ്റത്തില്ല, പക്ഷെ അത് കാരണം ഒരു ചേഞ്ചോ അല്ലെങ്കിൽ ഒരു ഫീലോ അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ ഒരു ചേഞ്ച് വരുന്നു എന്ന് പറയുന്നത്, അങ്ങനെ ആകുമ്പോൾ അത് സത്യമല്ലേ? ഫോർ എക്സാമ്പിൾ, ഓക്സിജൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, പക്ഷെ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നില്ലേ, അതിന്റെ എഫക്ട് നിങ്ങൾ അറിയുന്നില്ലേ? അതിന്റെ അർത്ഥം അതില്ലെന്നാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, ആത്മാവോ കാര്യങ്ങളൊന്നും അല്ല. യൂണിവേഴ്സിലെ അറൌണ്ട് 38% ഓഫ് ദ സ്പേസ് is occupied by dark matter. വെറും 3-4% മാത്രമാണ് നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഒക്യുപ്പൈ ചെയ്യുന്നത്. ബാക്കി 38% ഡാർക്ക് മാറ്ററും 68% ഡാർക്ക് എനർജിയുമാണ്. അപ്പോ ഒരു കാര്യം കണ്ടില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നമുക്കത് കാണാൻ പറ്റുന്നില്ല, കണ്ണിൽ പെട്ട് നമുക്കത് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഇല്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് മൈൻഡിൽ വെച്ചോ. അതിപ്പോ ദൈവമായിരിക്കാം, ആത്മാവായിരിക്കാം, ഐ ഡോണ്ട് നോ. ബട്ട് ഒരു കാര്യം കണ്ടില്ല എന്ന് വിചാരിച്ച് അത് ഇല്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതിനുള്ള പ്രധാന എക്സാമ്പിൾ ആണ് ഡാർക്ക് മാറ്റർ. അപ്പൊ എന്തുകൊണ്ടാണ് ഡാർക്ക് മാറ്റർ എക്സിസ്റ്റന്റ് ആണെന്ന് പറയാം. അത് നമ്മുടെ സയന്റിഫിക് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റ്സും എങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് തെളിയിക്കുന്ന എങ്ങനെയെന്നറിയാം, നമ്മുടെ എക്സ്പെരിമെന്റ്സ് വെച്ചിട്ടാണ്. എക്സ്പെരിമെന്റ്സ് വെച്ചിട്ട് നമ്മൾ ഒരു ഫോർമുല വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പം ഈ കറക്റ്റ് ഫോർമുലയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെന്റിൽ ഈ കറക്റ്റ് ആൻസർ ആണോ കിട്ടുന്നത് നോക്കും. ആക്ച്വലി ചില കാര്യങ്ങളും പല അബദ്ധങ്ങളും ചെയ്താണ് ചില കാര്യങ്ങൾ ഇപ്പം നമ്മൾ ചുറ്റും കാണുന്ന പല കാര്യങ്ങളും ഉണ്ടാക്കിയത് അങ്ങനെ. ഓക്കെ, അതുപോലെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യും. ആ എക്സ്പെരിമെന്റ് വെച്ചിട്ട് വാല്യൂസ് തമ്മിൽ, അതായത് അത് ഫിസിക്കലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അതേപോലെ ഫോർമുല വെച്ച് തിയറി ആസ്പെക്റ്റിൽ മാത്രം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് കിട്ടുന്നത് നമ്മൾ ആദ്യം നോക്കും. മെഷർ ചെയ്യുന്നത്, നമ്മൾ റീഡിംഗിൽ മെഷർ ചെയ്യുന്നതും നമ്മൾ അല്ലാതെ തിയറിറ്റിക്കലി മെഷർ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടോ നോക്കും. ഫോർ എക്സാമ്പിൾ, ഒരു വെയിറ്റിംഗ് സ്കെയിലിൽ നിൽക്കുകയാണ്. അതായത് നമ്മൾ പേപ്പറിൽ വെച്ച് ഓരോരോ കാര്യങ്ങളുടെ വെയിറ്റ്
എഴുതി വെച്ചിട്ട് ഒരു ബോക്സിന്റെ അകത്ത് വെക്കുക. അത് ഇന്ന വെയിറ്റ് ആയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഒരു 5 കിലോയുടെ 2 സാധനങ്ങൾ ഞാൻ വെക്കുന്നു. 5 കിലോ എന്ന് ഞാൻ ആദ്യം തൂക്കി നോക്കുന്നു. ഡയറക്ട്ലി ഞാൻ ആ 2 ബോക്സിൽ വെക്കുന്നു, ഒരു ബോക്സിൽ വെക്കുന്നു. അപ്പൊ 5 കിലോയുടെ ഞാൻ നേരത്തെ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്നല്ലോ 5 കിലോ. അപ്പൊ 5 കിലോയുടെ 2 എണ്ണം ഞാൻ ഒരു ബോക്സിനകത്ത് വെക്കണം. പക്ഷെ ആ ബോക്സിന്റെ ടോട്ടൽ വെയിറ്റ് ഞാൻ മെഷർ ചെയ്യുന്നില്ല. 5 + 5 എത്ര? തിയറട്ടിക്കലി 10 എനിക്ക് കിട്ടണം. പക്ഷേ ഞാൻ 10 ഇങ്ങനെ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഗസ് ചെയ്യാണ് ഇതിന്റെ 10 ആയിരിക്കുമെന്ന്. പക്ഷെ അതേപോലെ ഞാൻ ഈ ബോക്സിനെ എടുത്തൊരു വെയിറ്റിംഗ് സ്കെയിലിൽ വെക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? ചിലപ്പം വേരി ചെയ്യും. ചിലപ്പോൾ 10.1 വരും, ചിലപ്പോൾ 10.5 വരും, ചിലപ്പം ഇനി ഞാൻ ആ ബോക്സിന്റെ വെയിറ്റും കൂടെ കണക്കൂട്ടി എന്ന് വിചാരിക്കുക, ഒരു 10.5 എന്നായിരിക്കും ഞാൻ പ്രതീക്ഷിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ അല്ല, ഞാൻ വെയിറ്റിംഗ് സ്കെയിലിൽ വെച്ചപ്പം അവിടെയും ഒരു വേരിയേഷൻ ഉണ്ട്. ഒരു 11 കിലോ കാണിക്കുന്നു. ഈ 1 കിലോ എവിടെ നിന്ന് വന്നു? ഈ ഡിസിമിലാരിറ്റി നമ്മളുണ്ടോ എന്ന് നോക്കും. ഈ കേസിൽ വരത്തില്ല. വന്നാൽ തന്നെ ചിലപ്പോൾ എലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അറിയാതെ ഒരു ബോളോ എല്ലാം അതിനകത്ത് വീണായിരിക്കും. അങ്ങനെ ഡിസിമിലാരിറ്റി വരാം. പക്ഷേ ഡിസിമിലാരിറ്റി വരുമ്പോൾ നമ്മൾ നോക്കും എന്തുകൊണ്ടാണ് ആ ഡിസിമിലാരിറ്റി വന്നത്. ഇതാണ് സയന്റിഫിക്കലി നമ്മളൊരു കോൺസെപ്റ്റ് ശരിയാണോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് ആക്ട് ആവുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്. ഇതേപോലെ യൂണിവേഴ്സിലെ ചില കാര്യങ്ങൾ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ടെലിസ്കോപ്സ് വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് റീഡിങ്സ് എടുക്കാൻ പറ്റും. ഇങ്ങനെ റീഡിങ്സ് എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ മാച്ച് ആവുന്നില്ല. അതില് ഒന്നാമത്തെ കാര്യമാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് CMB എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിന്റെ മുമ്പത്തെ ഒരു പാസ്റ്റ് ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ പാസ്റ്റ് സ്ഥിതി അറിയാൻ പറ്റുന്ന ഒരു കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ആണ്. റേഡിയേഷൻ വെച്ചിട്ട് നമുക്ക് യൂണിവേഴ്സ് എങ്ങനെയായിരുന്നു നമുക്ക് അറിയാൻ പറ്റും. ആ റേഡിയേഷനിൽ അല്ലെങ്കിൽ ആ ഒരു പിക്ചർ അല്ലെങ്കിൽ ആ ഒരു സ്പെക്ട്രമിൽ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ചില നമ്മൾ റീഡിങ്സ് എടുത്തതും തിയറിറ്റിക്കലി നമ്മൾ അനലൈസ് ചെയ്തപ്പോഴും ഒരു ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്. അത് വലിയ വേരിയേഷൻസ് ആണ്. ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാൻ പാടില്ല, ചില കാര്യങ്ങൾ ഉണ്ട്, ചില കാര്യങ്ങൾ മിസ്പ്ലേസ്ഡ് ആണ്. എന്തുകൊണ്ട് അങ്ങനെ വന്നു? അതിലുള്ള ഒരു തിയറിയാണ്, അല്ലെങ്കിൽ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനന്റ് തിയറിയാണ് ഡാർക്ക് മാറ്ററിന്റെ എക്സിസ്റ്റൻസ്. കാരണം അതുണ്ടെങ്കിൽ ആ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റൻസ് ആ ഒരു ഇക്വേഷനിൽ നമ്മൾ കൊണ്ടുവന്നാൽ then it matches. അത് ഒന്നാമത്തെ, അതായത് നമ്മുടെ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട്. ആദ്യം കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മളെ പാസ്റ്റിലുള്ള ഒരു ഫോട്ടോഗ്രാഫ് എന്ന് മാത്രം ഉദ്ദേശിക്കുന്നത്. അതായത് യൂണിവേഴ്സിന്റെ നമുക്കറിയാം, നമ്മൾ നക്ഷത്രങ്ങൾ നോക്കുമ്പം അത് പല കോടി ലൈറ്റ് ഇയേഴ്സ് സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ കണ്ണിലോട്ട് വരുന്നത്. അതായത് നമ്മൾ ടിപ്പിക്കലി അല്ലെങ്കിൽ ടെക്നിക്കലി പാസ്റ്റിനെയാണ് നോക്കുന്നത്. നമ്മൾ ഓരോ നക്ഷത്രങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ അത് പല കോടി വർഷങ്ങൾ എടുത്താണ് നമ്മളെ കണ്ണിൽ വന്നെന്ന് ആദ്യം വിചാരിക്കുക. അതായത് ആ നക്ഷത്രം ഇപ്പോൾ അത് ഫിസിക്കലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റത്തില്ല. ചില സ്റ്റാർസ് ഉണ്ടായിരിക്കത്തില്ല, അങ്ങനത്തെ സ്റ്റാർസും ഉണ്ട്. അതുപോലെ നമുക്ക് ടെലിസ്കോപ്പിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് റീഡിങ്സ് എടുക്കുമ്പോൾ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അത് യൂണിവേഴ്സ് ഉണ്ടായിരുന്ന, അതായത് ഇൻഫ്ലേഷൻ ബിഗ് ബാങ് തിയറി അല്ലെങ്കിൽ ബിഗ് ബാങ്ങിന് ശേഷം യൂണിവേഴ്സ് എങ്ങനെയായിരുന്നു, യൂണിവേഴ്സ് എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്, ഇത് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ റീഡിങ്സ് എടുക്കാൻ പറ്റും. അതിലൊരു വേരിയേഷൻ ഉണ്ട്. തിയററ്റിക്കലി നമ്മൾ നോക്കുമ്പോഴും നമ്മൾ റീഡിങ്സ് എടുക്കുമ്പോഴും അതിലൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിനുള്ള കാരണം ഡാർക്ക് മാറ്റർ. അതിലെ ഏറ്റവും വലിയൊരു കാരണം നമ്മൾ തിയറി വെച്ച് പറയുകയാണെങ്കിൽ അതിലൊരെണ്ണം ഡാർക്ക് മാറ്റർ ആയിട്ട് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബെൻഡിങ് ഓഫ് ലൈറ്റ്. അതായത് സാധാരണ നമുക്കറിയാം ബെൻഡിങ് നടക്കും. നമ്മുടെ എർത്തിലോട്ട് നമ്മുടെ ലൈറ്റ് വരുമ്പോൾ ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് ആയിട്ടുള്ള ഒരു കാര്യം, ഏതെങ്കിലും ഒരു ലൈറ്റ് നമ്മൾ കണ്ണിലോട്ട് പെടുവാണെങ്കിൽ അത് നല്ലപോലെ ബെൻഡ് ആയിട്ടാണ് വരുന്നത്. അതായത് പല ഗ്രാവിറ്റേഷൻ സോഴ്സസ് ഉണ്ടല്ലോ, ലൈക്ക് ഡിഫറെന്റ് പ്ലാനറ്റ്സ്, ഡിഫറെന്റ് സ്റ്റാർസ്, ഇതെല്ലാം കൊണ്ടുവരുമ്പോൾ ലൈറ്റ് ബെൻഡായിരിക്കും നമ്മളെ കണ്ണിലോട്ട് വരുന്നത്. പക്ഷേ അങ്ങനെ എടുത്താലും ബെൻഡിങ് ഇച്ചിരി കൂടുതലാണ്. ചില സ്ഥലത്ത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ബെൻഡിങ് കൂടുതലായിരിക്കും. ആ ബെൻഡിങ് കൂടുതലായിട്ടുള്ള കാരണം ഡാർക്ക് മാറ്റർ ആവാനുള്ള ചാൻസും എന്നാണ് പറയുന്നത്. ഇനി ഈ ഡാർക്ക് മാറ്റർ ഉണ്ടാവുന്ന ചാൻസ് നമുക്ക് വിസിബിലി കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ എഫക്ട്സ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ പല ഫോഴ്സ് എക്സ്പെരിമെന്റ്സ് കൊണ്ട് ഒരു കാൽക്കുലേഷൻ കറക്റ്റ് ആവുന്നില്ല. അത് എത്ര നോക്കിയാലും, അത് പല ഫാക്ടേഴ്സ് നോക്കിയിട്ടും അല്ലെങ്കിൽ പല ഫാക്ടേഴ്സ് ശരിയാവുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡാർക്ക് മാറ്റർ ആണ്. അതുപോലെ ഡാർക്ക് മാറ്റർ ആയിട്ടുള്ള ഒരു മാറ്റർ അത് എന്തായിരിക്കും, അങ്ങനെ പല ഹൈപ്പോത്തീസിസ് മാറ്റേഴ്സും ഉണ്ട്. അതായത് ഡാർക്ക് മാറ്റർ ആയിരിക്കാം, ചിലപ്പോൾ ഈ ഒരു പാർട്ടിക്കിൾ ആയിരിക്കാം ഡാർക്ക് മാറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു പല ഹൈപ്പോത്തീസിസ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇത് ഈ ഹൈപ്പോത്തീസിസ് മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് ഡാർക്ക് മാറ്റർ ആയിരിക്കാം എന്നുള്ളൊരു തിയറി ഉണ്ട്. പക്ഷേ ഈ ഡാർക്ക് മാറ്ററിനെ കുറിച്ച് പറഞ്ഞാലും ഇത് എല്ലാം ഒരു ഹൈപ്പോത്തീസിസ് ആണോ? അല്ല. ചില കാര്യങ്ങൾ ഹൈപ്പോത്തീസിസ് അല്ല, ചില കാര്യങ്ങൾ പ്രൂവ്ഡ് ആണ്. ഇതൊരു സെമി പ്രൂവ്ഡ് കാര്യങ്ങളാണ് ഡാർക്ക് മാറ്റർ. ഇതില് പല ആൾക്കാരും റിസർച്ച് ചെയ്യുന്നത്, നല്ലതായിട്ട്
ആയിട്ട് തന്നെ റിസർച്ച് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് പറയുന്നത്, ഡാർക്ക് മാറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ആർക്കും അറിയത്തില്ല. അത് എന്തുകൊണ്ടാണ് ലൈറ്റിനെ അബ്സോർവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്നില്ല എന്ന് ആർക്കും അറിയത്തില്ല. അതിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ഇതെല്ലാം കണ്ടുപിടിച്ചാൽ വെരി ഗുഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്. വെരി ഗുഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സയൻസ് ഫിക്ഷനിൽ മാത്രം കണ്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ കണ്ടുപിടിച്ചേക്കാം. സയൻസ് ഫിക്ഷൻ ആയിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യം ഡാർക്ക് മാറ്ററിന്റെ എക്സിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ, അല്ലെങ്കിൽ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ചാൽ, എക്സിസ്റ്റൻസ് കണ്ടുപിടിച്ചു പക്ഷെ അതിന് എങ്ങനെ വർക്ക് ചെയ്താൽ, അതിന്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിച്ചാൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് ചെയ്യാം. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടാവും, പല ഡിറ്റക്ഷൻ മെത്തേഡ്സും നമ്മൾ അതിനെ കൊണ്ടുവരും. ഇതിൽ വേറൊരു പീക്ക് ലെവൽ ഓഫ് ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി, വേറൊരു പീക്ക് ലെവൽ ഓഫ് ഹ്യൂമൻ ടെക്നോളജി ആയിരിക്കും നമ്മൾ ഇതിനെ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മനസ്സിലായില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ എന്താണ് ചെയ്യേണ്ടത്, കമന്റ് ചെയ്യുക. അതുപോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.